our channel. Almost day 6. ബാക്ക്ഗ്രൗണ്ടിൽ മമ്മി നമ്മുടെ ജസ്പോയുടെ സ്നോഫ്ലേക്സ് കണ്ടോ. ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി ഞാൻ എടുക്കുന്നുണ്ട് വ്ളോഗ്. എന്താ കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫുഡാണ്. ഇത് കഴിക്കുമ്പോൾ ഡാഡി ഉണ്ടാക്കി തരുന്ന ഫീലാണ്. കാരണം ഡാഡി ഇങ്ങനെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ചീസ് കൊണ്ടുവരും, സ്ലൈസ് ചീസ്, പല ടൈപ്പ് ചീസ് കൊണ്ടുവരും. അപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഡാഡി ചില സമയത്ത് ഉണ്ടാക്കി തരുന്നത് ഇങ്ങനെയാണ്. ഇതിപ്പോൾ നമ്മുടെ ഓംലെറ്റ് പോലെയാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചീസ് ഇടും. ജസ്റ്റ് ഓംലെറ്റ് പോലെ ജസ്റ്റ് ഉപ്പൊന്നും ഇടൂല കേട്ടോ. വെറുതെ മുട്ട ഇങ്ങനെ വെട്ടിയിട്ട് ചട്ടിയിലോട്ട് ഇടും. എന്നിട്ട് അത് വേകുന്നതിന് മുൻപ് തന്നെ ചീസ് എടുത്ത് വെക്കും. എന്നിട്ട് അതിങ്ങനെ ക്ലോസ് ചെയ്യും. ഇങ്ങനെ ഇതുപോലെ റാപ്പ് ചെയ്ത് കുറച്ച് നേരം ഇങ്ങനെ മൂടി വെക്കും. അപ്പോൾ എന്താ, ചീസ് മെൽറ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാം. അതും ഈ ബ്രെഡും കൂടി കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചില സമയത്ത് എപ്പോഴും ഞാൻ എഗ്ഗാണ് കഴിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം ഇങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ മാറ്റി ഇതേപോലെ കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ ഞാൻ നിങ്ങളോട് കൂടി പറയാമെന്ന് വിചാരിച്ച്. ഡാഡിയുടെ റെസിപ്പിയാണ് ഇത്. ഇതുപോലെ കഴിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. യെസ്, പ്രത്യേകിച്ച് വേറെ ഫ്ലേവർ ഇല്ല, ചീസിൻ്റെയും എഗ്ഗിൻ്റെയും ഫ്ലേവർ വരും. പക്ഷേ നൊസ്റ്റാൾജിക്. ഞാനും ഷിനോയും ഷാൾട്ട് എനിക്ക് അവർക്ക് ഓർമ്മ ഉണ്ടെന്നറിയില്ല. എനിക്ക് ഷിനോയ്ക്ക് നല്ല മെമ്മറീസ് ആണ് അതൊക്കെ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്, പെട്ടെന്നാണ് വരാൻ പറഞ്ഞാൽ. ഞാൻ വിചാരിച്ചു പയ്യൊക്കെ റെഡി ആയാൽ മതിയെന്ന്. ജസ്റ്റ് അവന് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഉറങ്ങണമല്ലോ, അതാണ് പെട്ടെന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് എടുത്ത് പിടിച്ച് ഇറങ്ങി. മിസ്റ്റർ ആൽവിൻ നല്ല എളിച്ചു തുടങ്ങിനെ. പ്രകാശം മാത്രമേ ഉള്ളൂ കേട്ടോ, ചൂടൊന്നുമില്ല. രാത്രി മഴ, ഞാൻ പറഞ്ഞു ഫുള്ള് മഴയുടെ അതിന്റെ എഫക്റ്റ് പോലും ഇല്ല. കാലത്ത് വണ്ടിയൊക്കെ ഉണങ്ങി കിടക്കും. അത്രയും സൺലൈറ്റ് ഉണ്ട്, പക്ഷെ ചൂടില്ലാത്ത സൺലൈറ്റ് ആണ്. സൺകിസ്റ്റ് നമ്മൾ പറഞ്ഞ ഹോം ബാർഗെയിൻ. പിന്നെ അവിടെ ആൽദി, രണ്ടിടത്തും ജസ്റ്റ് ഒന്ന് കയറണം. അതിൽ ജസ്റ്റ് ബോയിന്നാ വന്നത് ആൽവിനെ വിളിക്കുമ്പോൾ. അതിൽ ലച്ചു എന്നാ വന്നത്. ഉറങ്ങാത്ത കുട്ടിയാണ് ആൽവിൻ. നോക്കാല് നോക്കൂന്നേ. ഞങ്ങൾ കുറച്ച് ഗ്രോസറി മാത്രം ആൽഡിന്ന് വാങ്ങിച്ച്. ആൾഡി എന്നല്ലേ? ആൾഡി, ALDI. ഞാൻ ശരിക്കും ഹാൾഡി എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ, സൂര്യനെ നോക്കിക്കേടോ. നമുക്ക് പിന്നെ നമ്മുടെ സൺലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. സൺലൈറ്റ് ലവർ. സൺകിസ്റ്റ് വീഡിയോ. ഫോട്ടോ എടുക്കണം. ആൽവിൻ്റെ ഫോട്ടോ എടുക്കാം. ഞാനിപ്പോൾ ദേ നമ്മുടെ ബാക്ക് യാർഡിലുണ്ടോ വേസ്റ്റ് കളയാൻ വേണ്ടി ഇതുപോലത്തെ ഒരു പാക്കിൽ ഇങ്ങനെ നമ്മളാക്കിയിട്ട് ബ്രൗൺ ബിന്നിലിടണം. ഡിഫറെൻറ്റ് ബിൻസാണ് ഇവിടെ ഉള്ളത് കേട്ടോ. റീസൈക്ലിങ്ങിനൊരു ബിൻ, ജനറൽ വേസ്റ്റിൽ ഒരെണ്ണം, പിന്നെ ഈ വെജിറ്റബിൾ വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ കണ്ടോ, 3 ബിൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിപ്പോൾ ഇടേണ്ടത് ഫുഡ് വേസ്റ്റ്. യെസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ ബാക്ക് യാർഡ് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്നേ. ഇവിടെ വന്നപ്പോൾ മുതലേ ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളായതുകൊണ്ട് ആ സമയത്ത് പിന്നെ സ്പ്രിങ് കഴിയുന്ന സമയവുമായിരുന്നു. നമുക്ക് ഓട്ടമായിരുന്നു. നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി യേശുനാമത്തിൽ നമ്മളിവിടെ ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇയർ സ്പ്രിങ് ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ സമ്മറൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ നടാനൊക്കെ പറ്റും. കുറേ നല്ല സ്പേഷ്യസ് ആണ് ഇവിടെ. കണ്ടോ, ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റും. ഇത് നല്ലൊരു ചെടിയാണ് കേട്ടോ. നല്ല, ഇതിപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നല്ലൊരു പിങ്ക് ഫ്ലവറാണ്. പിന്നെ ഞാൻ കാണിച്ചു തരാം. പുല്ല് അതൊക്കെ ഇനി വെട്ടി ശരിയാക്കാനുണ്ട്. പിന്നെ ഈ ചെടിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. സ്പ്രിങ് ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ റോസ് ഉണ്ട്, പിന്നെ വേറൊരു വൈൽഡ് ഫ്ലവർ ഉണ്ട് ഇവിടെ. ഇതൊക്കെ വിൻ്റർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലാക്കും ബ്രൗണൊക്കെ ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. യെസ്. പിന്നെ ഇവിടെ കുറച്ച് ഇങ്ങനെ സ്റ്റോൺസ് ഇട്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ. എന്താ, ഇവിടെയൊക്കെ ഇന്ന് ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ നടാം. തണുപ്പായതുകൊണ്ട് പുറത്തും കൂടെ ഇറങ്ങാറും കൂടി ഇല്ല. യാ, അപ്പോൾ ഇതാണ്. യെസ്. അപ്പോൾ ഒന്ന് കാണിക്കണമെന്ന് തോന്നി.
ഇനി ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമുക്കുള്ളിൽ പോവാം. ടെമ്പറേച്ചർ 7 ഡിഗ്രി ആണോ, 7 or 5 എന്തോ ആണ്. തണുത്തിട്ടെ നിൽക്കാൻ പറ്റുന്നില്ല. എൻ്റെ ലഞ്ച് ഇന്ന് ജാക്കറ്റ് പൊട്ടറ്റോ തന്നെ ഉണ്ട്. ഈ പ്രാവശ്യം ചെറിയ പൊട്ടറ്റോ എടുത്ത്, പിന്നെ ഞാൻ സാലഡ്സ് എടുത്ത്. ഇനി നമ്മുടെ സാലഡ്സ് ഇല്ലാതെ പ്രശ്നം വേണ്ടെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം പൊട്ടറ്റോ മാത്രം കഴിച്ചിട്ടാണ് എനിക്ക് വയ്യാതായി പോയത്. ഐ മീൻ എന്തോ സുഖം ഉണ്ടായിരുന്നില്ല. സാലഡ്സ് കഴിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഒരു ചെറിയ പീസ് ചിക്കൻ ബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ കൂടെ കഴിക്കാൻ. എനിക്ക് അങ്ങനെ കഴിക്കാൻ തോന്നി, അപ്പോൾ എടുത്ത്. ചോറ് കഴിച്ചില്ല, ചോറ് വേണ്ടാന്ന് വിചാരിച്ചിരുന്നു. എല്ലാം കണക്കാണല്ലോ, എല്ലാം കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ട്രൈ ചെയ്ത് നോക്ക് ഇങ്ങനെ പൊട്ടറ്റോ ബേക്ക് ചെയ്തിട്ട്. ചിക്കനോ ട്യൂണയോ ചിക്കനായാലും മതി, ഇങ്ങനെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അധികം എരിവില്ല, നല്ലൊരു പ്രത്യേക ഫ്ലേവറാണ്. ട്യൂണ അയ്യോ ഇന്നും വാങ്ങിക്കണമെന്ന് വിചാരിച്ച് മറന്നുപോയി. ഇന്ന് പോയതാണ് നമ്മൾ ആൾദിയിൽ വരെ സൂപ്പർ മാർക്കറ്റിൽ, പെട്ടെന്ന് വിട്ടുപോയി. ജസ്റ്റ് ബോയ്സ് ഹിയർ. ഇവിടെ ഒരു 5 o'clock ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബോയോട് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം നമ്മൾ വാങ്ങിച്ചേക്കുന്ന സാധനങ്ങൾ. ഡാഡിയും മമ്മിയും കൂടി പോയി വാങ്ങിച്ചതാണ്. It's a kind of unboxing. Yeah. അപ്പോൾ ഇന്ന് നേരത്തെ ഞാൻ എന്തായാലും നേരത്തെ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇന്ന് നമുക്ക് വേറെ ക്രാഫ്റ്റ് ഒന്നും ചെയ്യാൻ ഉള്ള ടൈമില്ല. കാരണം ഓൾറെഡി നല്ല പണിയുണ്ട്. എന്താ പണിയെന്ന് വെച്ചാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇതാണ് ഇന്ന് വാങ്ങിച്ചേക്കണം മെയിൻ സാധനം. ഇങ്ങനെ കാണിക്കില്ലേ ഇൻഫ്ലുവൻസസ്. ഇറ്റ്സ് LED സ്ട്രിങ് ലൈറ്റ്സ് ആണ്. ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വൈറ്റ് ആണിത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഗോൾഡൻ കളറാണ് ഇഷ്ടം എനിക്ക് ജസ്റ്റ് പോയിക്കും. പക്ഷെ കുഴപ്പമില്ല, കാരണം ഇത് നമുക്ക് എൻ്റെ ക്രിസ്മസ് ട്രീയുടെ നല്ല ഭംഗിക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. ഇത് കുഴപ്പമില്ല, ഇറ്റ്സ് ഓൾറെഡി ഷോ. ഒന്നുമില്ല, എന്താ അൺബോക്സിംഗ് ഒന്നും ഇത് കണ്ടില്ലേ, ഇത്ര ഉള്ള പരിപാടി. നല്ല 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 ലെങ്ത്തുള്ള ലൈറ്റാണ്. പക്ഷെ ഇതിന് പ്ലഗ് പോയിന്റ് ആണ്, നമുക്ക് ബാറ്ററി അല്ല. സോ വി ഹാവ് ടു ചേഞ്ച് ദ ക്രിസ്മസ് ട്രീ. മേ ബി ക്രിസ്മസ് ട്രീ ചിലപ്പോൾ അവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്ത് വെക്കേണ്ടി വരും. ഐ ഡോണ്ട് നോ. ലെങ്ത് എത്തണമെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ പ്ലേസ് ചെയ്യും. എനിക്കിപ്പോൾ വെച്ചേക്കുന്ന പ്ലേസ് ആണ് ഇഷ്ടം. ലെറ്റ്സ് സീ. I think that's long enough to reach there, but let's see. I'm not sure. See. So this is the first thing what we brought. ഇനി അടുത്തത് let's see this one. നമുക്ക് ഇനിയുള്ളത് പുൾ ബോയ് ആണ്. പുൾ ബോ അതില് ഗോൾഡനും ഉണ്ട് റെഡും ഉണ്ട്. Should we open them now? Yeah, we can just open and show one. Should we like turn it into the bow? Yeah, one. I want it to... One each. We can do one each. Okay, so ഇതുപോലത്തെ ഒരു എന്താ പുൾ ബോയ് ആണ്. അതിങ്ങനെ നമ്മൾ തുറക്കണം ആദ്യം. ഓപ്പൺ ഇറ്റ് ഫസ്റ്റ്. With this? Seats in the center. ഇങ്ങനെ ഓപ്പൺ ചെയ്യും. Yep. Oh wait, it's inside here. Now we have to pull it. Because it's called a pull ball, right? Now what? ഈ സ്ട്രിങ്ങിൻ്റെ അങ്ങനെയല്ല ചൂടേ അടുക്ക് കണ്ട ഈ സ്ട്രിങ് നോക്കിക്ക് ഓപ്പൺ ചെയ്തിട്ട് അതല്ല ഓപ്പൺ ചെയ്യും. Oh, I found a string. Do I pull it? അതെ. Do I just pull it? രണ്ട് ഒരുമിച്ച് പിടിക്കും. 2 സ്ട്രിങ് ഒരുമിച്ച് പിടിക്കും. Okay. Wow, this is so fun. Wow, this is so good. നല്ല രസമുണ്ട്. ചെയ്താ. Oh. പിടിച്ചോ. Like that. പിടിച്ചോ. Looks. Is it wrong? ഇല്ലെങ്കിലും പിടിക്കുക, അറ്റത്ത് പിടിക്കുക. എടാ ഇത് ശരിക്കും പുള്ളി ചെയ്ത് പിടിക്കുന്നത് ഇങ്ങനെ രസമുണ്ടല്ലേ. അപ്പൊ ഇത് നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ക്രിസ്മസ് ട്രീ തന്നെ ഹാങ് ചെയ്യും. നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ കേട്ടോ. ഓക്കെ യെസ്. അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾക്ക് എന്താ അപ്പൊ ഇനി ഇതുപോലത്തെ 2 എണ്ണം കൂടി ഉണ്ട്. ഐ മീൻ ഒരു പാക്കറ്റിൽ 3 എണ്ണമാണ്. ഓക്കെ,
Yeah. പിന്നെ നമ്മൾ വാങ്ങിച്ചത് റിബൺ കോപ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇതേപോലെ നമുക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് ക്രിസ്മസ് ബോൾസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹാങ് ചെയ്യാൻ ബലൂൺസോ. Show one. ഇത് കണ്ട നല്ല രസമുണ്ട് അല്ലേ ഇത്? Yeah. ഇത് നല്ല Oh, it shows how long it is. 5 millimeters. അത്ര വലിയൊന്നും അല്ല സംഭവം. ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഹാങ് ചെയ്യാം എവിടെയെങ്കിലുമൊക്കെ. നൈസ്. അപ്പൊ ഇതാണ് ഇതിന്റെ തന്നെ റെഡ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, ക്രിസ്മസ് കളേഴ്സ് ആണ്. അപ്പൊ ഇന്ന് ക്രിസ്മസ് കളേഴ്സ് നോക്കി ഞാൻ എടുത്തതാണ് കേട്ടോ. വേറെ കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. Like what others? നെക്സ്റ്റ് ഐ ഷോ ദ കാൻഡിൽസ്. അപ്പോൾ നമ്മുടെ കാൻഡിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഉള്ളത് ലാവൻഡർ ആണ്. നമ്മൾ അഡ്വെന്റ് റീത്തിൽ വെച്ചേക്കുന്നത്. അപ്പോൾ അതിനി കുറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് ക്രിസ്മസ് തീം ആയതുകൊണ്ട് ആപ്പിൾ ആൻഡ് സിനമൺ സെൻറ്റഡ് ടീ ലൈറ്റ്സ്. ഇറ്റ് ഓൾറെഡി സ്മെൽസ് സോ ഗുഡ്. നൈസ്. നല്ല നല്ല സ്മെല്ലാണ് കേട്ടോ. ഇത് കത്തിച്ച് വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും ആ ഒരു ഏരിയയിൽ അല്ലേ? Okay, now let's see, show them. I want to do the red one. Okay. പിന്നെ നമ്മുടെ സ്വന്തം ക്രിസ്മസ് ബോൾസ്. ഇതാണ് നമ്മുടെ 24 bubbles. 24 what is it? Baubles. Oh, balls എന്നല്ലേ നമ്മൾ പറയണത്? Baubles. What is that? Okay, ഇതേക്കണ 24 baubles. Anyway, അതൊരു റെഡും ഉണ്ട്, പിന്നെ ഗോൾഡൻ എന്ന് പറയാൻ പറ്റും. We have like 48. സോ നമുക്ക് ഇത് മതിയാവും നമ്മൾ ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്യണം. ഞാൻ വിചാരിക്കുന്നത് ഇതൊരു കളറ്, ഇതൊരു കളറ്. പിന്നെ നമ്മളടുത്ത് കുറച്ച് ചെറിയ ക്രിസ്മസ് ബോൾസ് ഉണ്ട് ഇതേപോലത്തെ. അത് കഴിഞ്ഞ വർഷം നമ്മൾ വാങ്ങിച്ചതാണ്. അതും എല്ലാം 3 സൈസിലെ നമുക്ക് ഒരുമിച്ച് 3 ആയിട്ട് ഒരു ഡയഗ്രാം ഷേപ്പിൽ ക്രിസ്മസ് ട്രീയിൽ ഇടാന്നാണ് വിചാരിക്കണത്. എനിവേ, ഓപ്പൺ ചെയ്യണം. എന്തിനാ? ഇതിന്റെ സ്ട്രിങ് ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ സ്ട്രിങ് ഇരിപ്പുണ്ട്. നമ്മൾ അത് ട്രൈ ചെയ്യണം. Okay, now the final one. The pine cones. Pine cones. They're real. Yeah, real pine cones ആണ്. ഇത് ഞാൻ തപ്പി നടക്കണായിരുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞ് ഇവിടെ ഫോറസ്റ്റിലൊക്കെ പോയാൽ ചോറിന്നൊക്കെ പെറുക്കിയെടുക്കാം. അപ്പൊ പൈൻ കോൺസ് കണ്ടോ? യെസ്, പൈൻ കോൺസ് ഞാൻ വിചാരിച്ചു മിക്കവാറും ഞാൻ ഇത് പെയിന്റ് ചെയ്യും ഗോൾഡൻ. അപ്പൊ നല്ല ഭംഗിയായിരിക്കും. നമുക്കത് നമ്മളുടെ അഡ്വെന്റ് റീത്തിന്റെ ഇടയിലും പിന്നെ ടേബിൾ ഡെക്കർ ചെയ്യുമ്പോൾ അതിന്റെ ഇടയിലൊക്കെ വെച്ച് കൊടുക്കാം. I wonder what they taste like. It smells so natural smell. Wooden smell അല്ലേ? I wonder what it tastes like though. വേണ്ട, don't taste it. അപ്പൊ അങ്ങനെ പൈൻ കോൺസ് ഉണ്ട്. എത്ര ഉണ്ട് ഇതിനകത്ത്? 9 പൈൻ കോൺസ് ഉണ്ട്. വെച്ചു. അപ്പൊ ഇത്രയുമാണ് നമ്മൾ മെയിനായിട്ട് വാങ്ങിച്ച സാധനങ്ങൾ. അപ്പൊ ഇന്നത്തെ പരിപാടി ഞാനും ജസ്ബോയും കൂടി ആദ്യം ആ ക്രിസ്മസ് ട്രീയിൽ ഓൾറെഡി ഉള്ള സാധനങ്ങൾ എടുത്ത് മാറ്റിയിട്ട് പിന്നെ ക്രിസ്മസ് ട്രീയിൽ ഈ ലൈറ്റ്സ് ഫിക്സ് ചെയ്യണം. നല്ല പണിയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ക്രാഫ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് ന്യൂ ഓർണമെന്റ്സ്. ഇനി നമുക്കൊന്നും വാങ്ങിക്കാനില്ല കേട്ടോ. ഇതൊക്കെ വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഓൾറെഡി ഇത്ര മതി. ഇനി ബോട്ടിൽ ആർട്ട് ചെയ്യാനുണ്ട്. അത് ഡെഫിനറ്റ്ലി ഞാൻ കാണിക്കാം കേട്ടോ. ഈസി ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോണത്. കഴിഞ്ഞ വർഷം ചെയ്തത് ഇപ്പോഴും നല്ല ഭംഗിക്ക് ഇരിപ്പുണ്ട്. 2 ബോട്ടിൽസ് കാണിച്ചായിരുന്നു ഓൾറെഡി. കാണിച്ചു. അപ്പൊ ഇനി ഞാൻ ചെയ്യാൻ പോണ 3 ബോട്ടിൽസ് മാറ്റി വെച്ചിട്ടുണ്ട്, വൈൻ ബോട്ടിൽസ്. അതിനകത്ത് JOY ജോയ് എന്ന് ചെയ്യാമെന്ന് വിചാരിക്കണം. നൈറ്റ് നമുക്ക് പാസ്ത ഉണ്ടാക്കണം. നോക്കട്ടെ, പറ്റുമെങ്കിൽ ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യും. ആൽവിൻ ഇന്ന് ഓഫാണ്, ഊബർ ഈറ്റിന് പോയേക്കണാണ്. Let's see. I'll try to make that also. Okay then. See you. പോയി ഇങ്ങനെ എല്ലാം ഊരി വെച്ചോട്ടാ. മമ്മി വരാം. ലൈറ്റ്സ് മമ്മി ഊരിക്കോളാം, ബാക്കിയൊക്കെ ഊരി വെക്കട്ടാ. ഹായ്. അപ്പോൾ പറഞ്ഞതേ സമയം ഇപ്പോൾ 7:30 ആകാറായി. ഞാനിപ്പോൾ പാസ്തയൊക്കെ ഉണ്ടാക്കി കുക്കിംഗ് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ടൈം വൈകി. ഞാൻ കൈയോട് തന്നെ ക്ലീനിങ്ങും കഴിഞ്ഞു. അപ്പോൾ ഇനി പാസ്ത ഉണ്ടാക്കിയിരിക്കുന്ന പ്ലേറ്റ്സ് മാത്രം വാഷ് ചെയ്യാനുള്ളൂ. ബാക്കിയെല്ലാം ക്ലിയർ ആക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ റോസറീസ്, ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന റോസറീസ് കാണിച്ചു തരാം. ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. ഞാൻ കുഞ്ഞു റീൽസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും
ഞാനിപ്പോൾ എല്ലാ റോസറീസും നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ റോസറിയും ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് കാണിക്കാം. കുറച്ച് ഉണ്ടാക്കി വെച്ച് 2-3 ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട് ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി. പിന്നെ ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇരിക്കുന്നത് കാണിച്ചു തരാം. പിന്നെ ഒരു റോസറി ബെഡ് ടൈം റോസറിയാണ്, അതായത് കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതാണ്. ഇതുപോലെ ഇങ്ങനെ ഒരു ചെറിയ സെക്ഷനിൽ വെച്ചിട്ടുണ്ട് ഞാൻ. ഇത് എൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ റോസറിയാണ് ഞാൻ. അപ്പോൾ ജസ്റ്റ് ബോയ്ക്ക് അതേപോലത്തെ വേണമെന്ന് പറഞ്ഞപ്പോൾ അവനൊരു 10 മണിയുടെ ഉണ്ടാക്കി. കാരണം ഈ ബീഡ്സ് കുറവായിരുന്നേ, അതുകൊണ്ട് അവന് ഉണ്ടാക്കാൻ പറ്റിയില്ല വലിയ റോസറി. ഇത് ബർത്ത്ഡേ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയതാണ് ഞാൻ. പിന്നെ ഇത് 10 മണി റോസറി. ഇത് എനിക്ക് നിർമ്മൽ തന്നതാണ്, ഡോക്ടർ നിർമ്മൽ. അൺബോൺ ബേബിയുടെ റോസറിയാണ്. ഇതിലെ ഓരോ ബീഡ്സിലും നമുക്ക് ഒരു ബേബീനെ കാണാൻ പറ്റും, വൂമ്പിൽ കിടക്കുന്ന ബേബി കണ്ട. അപ്പോൾ ഇതാണ് ഞാൻ കൂടുതൽ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇത് വേറൊരു റോസറി ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ വൈറ്റ്, ഇത് ജസ്പോയുടെ, ഇതെൻ്റെ. പിന്നെ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ആൽവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫ് റോസറി വേണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചേക്കണേണ്, കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ മാറി മാറി എടുക്കും. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ റോസറി എടുക്കാൻ പോകുന്നത്. ജസ്ബോയ് ഏത് റോസറി എടുത്തേക്കുന്നത്? കണ്ട, ഇവന് എൻ്റെ റോസറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നതാണ്. ഞാൻ ഈ റോസറിയുടെ ബീഡ്സ് ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇവിടുത്തെ ഓൺലൈൻ ടെമു എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഓൺലൈൻ പർച്ചേസിങ് സ്റ്റോറിൽ നിന്ന്. അപ്പോൾ ഇനി വാങ്ങിക്കണം. അധികം റേറ്റ് ഇല്ല ആ ബീഡ്സിന്. എന്നിട്ട് ജസ്ബോയ്ക്ക് വേറൊരു, ഇത് തന്നെ ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസ് ഉണ്ട്, കളർഫുള്ളായിട്ട്. ഇതിപ്പോൾ ഒരു കാണിച്ച പോലെ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ്, നല്ല രസമാണ് കാണാൻ. അപ്പോൾ ജസ്ബോയ് ഇപ്പം മമ്മിയുടെ റോസറി എടുത്ത്, ഞാനിപ്പോൾ അൺബോൺ ബേബി റോസറി എടുത്ത്. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. എന്താണ് ഇങ്ങനെ നടക്കണം? ടയേർഡാണോ? നമുക്ക് ഫുഡ് കഴിക്കാം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട്. അഡ്വെൻറ്റ് ക്യാൻഡിൽ കത്തിച്ചിട്ടുണ്ട്. അതേപോലെ ഞാൻ ജസ്റ്റ് ഇത് ലൈറ്റ്സ് ഇങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. ഇനി ഇതിൽ കുറച്ച് പൈൻ കോൺസും കൂടി വെക്കണം. കുറച്ചും കൂടി ക്രിസ്മസ് ബോൾസ് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഫിക്സ് ചെയ്യണം, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. നമുക്ക് പ്രാർത്ഥിച്ചാലോ? അപ്പോൾ ഡിന്നർ ടൈമാണ് അല്ലേ? വിശന്ന് പോയി പോയി. എന്ത് പാസ്തയാണ്? ചിക്കൻ പാസ്ത വിത്ത് റെഡ് സോസ് ആൻഡ് വൈറ്റ് സോസ്. അതാണ് ഇങ്ങനത്തെ ഒരു ഓറഞ്ചിഷ് കളർ കേട്ടോ. ജസ്പോയുടെ ചാനൽ റെസിപ്പി ഉണ്ട് തോന്നല്ലേ ഇതിന്റെ? ജസ്പോയ് പണ്ട് 4 years old ആയിരുന്നപ്പോൾ അല്ലേ? നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം കേട്ടോ ജസ്പോയുടെ റെസിപ്പി. I will show you how to make it. Like it? Yeah. Hey. അപ്പോൾ ഞാനും കഴിക്കാൻ പോണെയാണ്. ആൽവിൻ ഇപ്പോഴൊന്നും എത്തൂല. അപ്പോൾ എൻ്റെ പാസ്തയിൽ ഗ്രീൻസ് ഉണ്ട് കേട്ടോ, അതായത് ബ്രോക്കോളിയും ഗ്രീൻ പീസൊക്കെ ഉണ്ട്. കണ്ട, വേറൊരു കളറായിരിക്കും, കുറച്ചും കൂടി സ്പൈസിയാണ് ഞങ്ങളുടെ, എൻ്റെയും ആൽവിൻ്റെ. ജസ്പോയുടെ വേറെ 2 പ്രാവശ്യം ഇട്ട് ഉണ്ടാക്കണം. ഒരു ചിക്കൻ ഉണ്ട്. എഗ്ഗ് ഞങ്ങൾ ചിലപ്പോൾ ഇടും. ഇന്നിപ്പോൾ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാവും ജസ്പോയ്ക്ക് നാളെ. ഞങ്ങൾക്കും ബ്രേക്ക്ഫാസ്റ്റിനും ചിലപ്പോൾ ഉണ്ടാവും. ഈ പാസ്ത റെസിപ്പി എൻ്റെ ചാനലിലുണ്ട്. ജസ്പോയിൽ കഴിക്കണത് ജസ്പോയുടെ ചാനലുണ്ട്, അതായത് വിത്തൗട്ട് വെജിറ്റബിൾസ്. എൻ്റെ വിത്ത് വെജിറ്റബിൾസാണ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ വ്ളോഗ് മാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നാളെ ഇന്ന് രാത്രി എന്തായാലും നമ്മൾ സെറ്റ് ചെയ്യും ക്രിസ്മസ് ട്രീ ലൈറ്റ്സ് എല്ലാം. നാളെ കാണിക്കാം കേട്ടോ. വെറുതെ അത് പിന്നെ കാണിക്കണില്ല എന്ന് വെച്ചിട്ടാണ് ടൈം ലാപ്സ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. പ്ലീസ് ഡു ലൈക്ക് ആൻഡ് കമൻറ്റ് ഡൗൺ. നിങ്ങളുടെ കമൻറ്റ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് എന്ത് കാര്യങ്ങളാണ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ, സജഷൻസ്, യുവർ തോട്ട്സ്, പ്ലീസ് ഡു കമൻറ്റ് ഡൗൺ and subscribe to my channel, to our channel. So thanks for watching guys. See you next time. Bye bye.